മോർണിംഗ്. ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാണ്. സോ ദാറ്റ് കപ്പ ഈക്വൽ ടു മോഡ് വെക്ടർ വി ക്രോസ് എ ഡിവൈഡ് ബൈ മോഡ് വെക്ടർ വി. വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെക്ടർ ഫംഗ്ഷൻ ആണ്. ആർ അല്ലത് വി ആണ് കേട്ടോ. നിങ്ങൾക്ക് യെസ്. അപ്പോൾ ഇതാണ് നമുക്ക് കാണേണ്ടത്. മോഡ് വി ക്രോസ് എ ഡിവൈഡ് ബൈ മോഡ് വെക്ടർ വി ക്യൂബ് ആണ് കാപ്പ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാന് നമ്മള് വളരെ തുടക്കുന്ന എന്താണ് വി എന്താണെന്ന് എഴുതുക, എ എന്താണെന്ന് എഴുതുക. അപ്പോ എന്നിട്ട് അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് കാണുക. അപ്പൊ നമ്മൾ ഈ റിസൾട്ടിലേക്ക് എത്തും. അതിന്റെ ക്രോസ് പ്രൊഡക്റ്റിന്റെ ഫോർമുല എഴുതിയാൽ നമ്മൾ ഇവിടേക്ക് എത്തും. അപ്പോ വെക്ടർ വി ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി എന്ന് നമുക്കറിയാം. ഡി ആർ ബൈ ഡി ടി നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെ ഡി ആർ ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതാം ചെയിൻ റൂൾ ഉപയോഗിച്ച്. Now dr by ds is the unit tangent vector t cap into ds by dt. Vector v equal to t cap into ds by dt now. Now vector v equal to ini v kitti, ini acceleration aanu kittundad. Acceleration is dv by dt, rate of change of velocity. That is equal to d by dt of t cap into ds by dt. Now this is equal to by product rule t cap into d square s by dt square plus ds by dt into d t cap by dt. ഇതാണ് എ, ഇതാണ് എയും ബിയും കിട്ടി. ഇവിടെ നമ്മൾ വേറൊരു കാര്യം പറയുന്നു. വാട്ട് ഈസ് വെക്ടർ എൻ? വെക്ടർ എൻ ഈക്വൽ ടു എൻ ക്യാപ് ഈക്വൽ ടു 1 by kappa into എന്താണ് 1 by kappa into ds. n cap in the formula dt by ds. N cap equal to 1 by kappa into dt by ds. This equal to 1 by kappa into dt by dt into ds by dt by ds. So from here dt by dt ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. What is dt by dt? നമ്മൾ ഒരു വട്ടം ചെയ്താണെങ്കിൽ ഒന്നുകൂടി ചെയ്യാണ്. dt cap by dt equal to kappa ds by dt into n cap. അപ്പൊ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് ആക്സിലറേഷൻ a equal to t cap into d square s by dt square plus ds by dt into 1 by kappa into
അല്ല കാപ്പ ഇൻറ്റു ഡി എസ് ബൈ ഡി ടി ഇൻറ്റു എൻ ക്യാപ്. അപ്പോ ഇത് സ്ക്വയർ വരും, ഇവിടെ കാപ്പ വരും, അതെന്താ വരിക എൻ ക്യാപ്. ഈ ഡെറിവേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ആക്സിലറേഷന്റെ ഡെറിവേഷൻ ടി ക്യാപ് ഇൻറ്റു ഡി സ്ക്വയർ ബൈ എസ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഡി എസ് ബൈ ഡി ടി സ്ക്വയർ കാപ്പ എൻ ക്യാപ്. ആൻഡ് വെലോസിറ്റിൻ്റെത് ടി ക്യാപ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി. നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് what is V cross A? V cross A equal to V എന്താണ് T cap into ds by dt. T cap into ds by dt cross ഇത്രയും വലിയൊരു എക്സ്പ്രഷൻ ആണ് ടി ക്യാപ് ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ കാപ്പ ഡി എസ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ ഇൻറ്റു എൻ ക്യാപ്. ഇതാണ് വി ക്രോസ് എ, റൈറ്റ്? ഇനി ഇത് തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ക്രോസ് പ്രൊഡക്റ്റ് നമുക്കറിയാം ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ക്രോസ് പ്രൊഡക്റ്റ് ഓരോ ടേമിനേറ്റും ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാം. അപ്പൊ എന്താണ് കിട്ടുക നോക്കാം. ദിസ് ഈക്വൽ ടു ഇത് ഈ ആദ്യത്തെ രണ്ട് ടേമും നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണ്ടോ? ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇതിൽ വെക്ടേഴ്സ് ഏതൊക്കെയാണ് ഉള്ളത്? രണ്ടിലും ടി ക്യാപ്പ്, ഇത് രണ്ടാണ് വെക്ടേഴ്സ്. അപ്പൊ സ്കാലേഴ്സിന് ആദ്യം മാറ്റി നിർത്താം. സ്കാലേഴ്സ് ഡി എസ് ബൈ ഡി ടി സ്കാലർ ആണ്, ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ രണ്ട് ടേമിലുള്ള സ്കാലേഴ്സിന് ആദ്യം മാറ്റി നിർത്തുക. ഇനി വെക്ടേഴ്സ് തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ടി ക്യാപ് ക്രോസ് ടി ക്യാപ്. This is the first term and second term ഒക്കെ ടി ക്യാപ്പോ എൻ ക്യാപ്പോ ആണ് വെക്ടർ. സ്കാലേഴ്സ് ഏതൊക്കെ കാപ്പ വരും, ഡി എസ് ബൈ ഡി ടി ഇൻറ്റു ഡി എസ് ബൈ ഡി ടി സ്ക്വയർ ഡി എസ് ബൈ ഡി ടി ഹോൾ ക്യൂബ് ഇൻറ്റു ടി ക്യാപ് ക്രോസ് എൻ ക്യാപ്. എന്നൊക്കെ ഓർഡർ കീപ്പ് ചെയ്യണം. ഓർഡർ കീപ്പ് ചെയ്യണം എന്തിനാണ്? വെക്ടർ ക്രോസ് പ്രൊഡക്റ്റ് ഒരിക്കലും കമ്മ്യൂട്ടേറ്റീവ് അല്ല, നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് എന്താ വി ക്രോസ് എ കിട്ടുക. ഇനി ഈ ടേമിനെ കുറിച്ച് നോക്കുക. ഈ ടി ക്രോസ് ടി ഒരു വെക്ടറിന് അതുകൊണ്ട് തന്നെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ സീറോ വെക്ടർ ആയിരിക്കും, നമുക്കറിയാം. ഇത് സീറോ വെക്ടർ. അപ്പൊ ഫസ്റ്റ് ടേം പോയി. ഇനി സെക്കൻഡ് ടേമിൽ ഓരോന്നിനെ കുറിച്ച് ആലോചിക്കുക. കാപ്പ. Now what is ds by dt? ds by dt equal to magnitude of vector v. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. Magnitude of vector v whole cube into what is t cross n? T cross n is nothing but the vector b. Vector b cap. So kappa into vector v whole cube into b cap. Now what is idana mode v cross idana v cross a. Now what is magnitude of v cross a? That is equal to kappa is always positive. Mode vector v whole cube is always positive. B cap in the magnitude madi. B cap is a unit vector, so its magnitude is 1. So this is equal to kappa into mode vector v whole cube. Then what is kappa? Kappa equal to mode v cross a divided by mode vector v whole cube. This is the formula for curvature in terms of velocity and acceleration. Okay, ഇത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാണ്ടാവും. അതുകൊണ്ട് ഈ ഫോർമുലയും ഓർത്തിരിക്കുക, അതിന്റെ ഡെറിവേഷനും ഓർത്തിരിക്കുക. ഇനി
ടോർഷൻ കാണാനും ഇതേപോലെ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലന്റെ ഡെറിവേഷൻ ഒന്നും പറയുന്നില്ല, പക്ഷെ ഫോർമുല വളരെ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ് ഡോട്ട് എക്സ് ഡബിൾ ഡോട്ട് വൈ ഡബിൾ ഡോട്ട് സെഡ് ഡബിൾ ഡോട്ട് എക്സ് ട്രിപ്പിൾ ഡോട്ട് വൈ ട്രിപ്പിൾ ഡോട്ട് സെഡ് ട്രിപ്പിൾ ഡോട്ട് ഡിവൈഡഡ് ബൈ മോഡ് വി ക്രോസ് എ സ്ക്വയർ. അപ്പൊ അതേ വി ക്രോസ് എ ഉപയോഗിച്ച് നമുക്ക് ടോർഷൻ ഉപയോഗിക്കാം. Now what is this dot? നമ്മൾ ഡാഷ് എന്ന് പറയും എക്സിലുള്ള ഡെറിവേറ്റീവിന്, അതേപോലെ ടിയിലുള്ള ഡെറിവേറ്റീവിന് പറയുന്നതാണ് ഡോട്ട്. എന്ന് പറഞ്ഞാല് എക്സ് ഡോട്ട് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി, വൈ ഡോട്ട് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി, സെഡ് ഡോട്ട് ഈക്വൽ ടു ഡി സെഡ് ബൈ ഡി ടി, എക്സ് ഡബിൾ ഡോട്ട് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, എക്സ് ട്രിപ്പിൾ ഡോട്ട് ഈക്വൽ ടു ഡി ക്യൂബ് എക്സ് ഡിവൈഡ് ബൈ ഡി ടി ക്യൂബ്. അപ്പോ നമ്മളുടെ എന്താണ് എക്സും വൈയും സെഡും? നമ്മളുടെ ആർ ഓഫ് ടി എന്നുള്ള വെക്ടറിന്റെ എക്സ് കമ്പോണന്റ് ആണ്, എന്താ ഐ കമ്പോണന്റ് ആണ് എക്സ്, ജെ കമ്പോണന്റ് ആണ് വൈ, കെ കമ്പോണന്റ് ആണ് സെഡ്. അതിനെ 3 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ടോർഷൻ കാണാൻ കഴിയും. അതിന് പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും എന്താണ്, ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുന്ന ഫോർമുല മാത്രമാണ് ഉപയോഗിക്കേണ്ടി വരിക. ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് കാപ്പ ആൻഡ് ടൗ or the helix. R of t equal to a cos t I plus a sin t j plus b t k. കാപ്പയും ടൗവും കാണാനാണ് ഈ ഹെലിക്സ്. അപ്പൊ ഇവിടെ നമുക്ക് കാപ്പ കാണണം. കാപ്പ കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി കാണണം, എ കാണണം, വി ക്രോസ് എ കാണണം. അത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ നോക്കാം. നമുക്കത് വെച്ചിട്ടായിരിക്കും എളുപ്പം. കാരണം ആർ ഡാഷ് ടി വി ഈക്വൽ ടു r dash t, differentiate r with respect to t, that is minus a sin t I plus a cos t j plus b k. A equal to r double dash t, it's equal to minus a cos t I minus a sin tj. That's all. Okay. Now what is v cross a? V cross a equal to determinant I j k, v ന്റെ components minus a sin t plus a cos t b minus a cos t minus a sin t 0. Now ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെ ഉണ്ടാവുക? I into a cos t into 0 minus a sin t into b, that is plus a sin t into b, minus j into minus a sin t into a sin t, that is a square sin square t minus a cos t into plus a, minus കുറക്കണ മൈനസ് ഉണ്ട്, പിന്നെ ഒരു മൈനസ് a square cos square t, അപ്പൊ പ്ലസ് a square cos square t plus k into മൈനസ് j into എന്താണ് വരിക? ഇത് കെന്റെ കൂടെ എണീറ്റാൻ വരാം അല്ലെ. എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ടി, ഇത് കെന്റെ കൂടെയാണ് വരിക. ജെന്റെ കൂടെ മൈനസ് ജെ ഇൻറ്റു എന്താണ് ഇങ്ങനെയാണ് വരിക അല്ലെ. മൈനസ് എ സൈൻ ടി ഇൻറ്റു 0 മൈനസ് 0 മൈനസ് പ്ലസ് അല്ലെ, പ്ലസ് എ ബി കോസ്.
So this equal to AB sin t by minus AB cos tj plus a square k. This V cross A. Now what is magnitude of V cross A? What is magnitude of V cross A? Magnitude of V cross A equal to root of A square B square plus A square B square plus A square. That is sorry, A square B square plus A square undavale. Root of A square B square into sin square t plus cos square t undava. That is root of A square into A raised to 4 A square the whole square. That is A into root of A square plus B square ആണ് mod V cross A വരിക. ഇനി mod V എന്താണ് വരിക? Mod V equal to root of A square cos square t plus A square root of A square sin square t plus A square cos square t plus B square. That is root of A square plus B square. So നമുക്ക് കാപ്പ കാണാം. കാപ്പ equal to mod V cross A divided by mod vector V whole cube. That's equal to A into root of A square plus B square divided by root of A square plus root of A square plus B square the whole cube. That is A into root of A square plus B square divided by root of A square plus B square whole cube ആണ് root of A square plus B square into root of A square plus B square into root of A square plus B square. 3 തവണ root of A square plus B square മൾട്ടിപ്ലൈ ചെയ്യണം. 2 തവണ മൾട്ടിപ്ലൈ ചെയ്ത A square plus B square കിട്ടും. പിന്നെ ഒരു തവണ മൾട്ടിപ്ലൈ ചെയ്ത root of A square പിന്നെ ഒരു തവണ ഇത് ബാക്കി ഉണ്ടാവും. ഇത് തമ്മിൽ ക്യാൻസൽ ആവും. That is A divided by A square plus B square. നമ്മൾ ഒരു തവണ ചെയ്താണ് കാപ്പ കാണാന്. വേറെ മെത്തേഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മെത്തേഡിൽ ചെയ്ത് അങ്ങനെയാണ് ആൻസർ വരിക. ഇനി ടോർഷൻ കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. ടോർഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് x dot y dot z dot x double dot y double dot z double dot x triple dot അങ്ങനെയാണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ x equal to a cos t, y equal to a sin t, z equal to bt ആണ്. Now what is x dot? Minus a sin t, y dot equal to a cos t, z dot equal to b. Now what is x double dot? Minus a cos t, y double dot equal to minus a sin t, z double dot equal to 0. X triple dot equal to a sin t, y triple dot equal to minus a cos t, z triple dot equal to 0. So torsion equal to determinant minus a sin t, a cos t, b minus a cos t minus a sin t, 0, a sin t, a sin t minus a cos t, 0. ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടാൻ നോക്കുക, അത് ചെയ്യാം.
എന്താണ് ചെയ്യുക? മൈനസ് എ സൈൻ ടി ഇൻറ്റു 0 അല്ലെ? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും 0, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും 0, 0 മൈനസ് 0. പിന്നെ മൈനസ് എ കോസ് ടി ഇൻറ്റു ഇത്, അതും ഇങ്ങനെയാണ് വരിക അല്ലെ? ഇങ്ങനെയും ആണ് വരിക. അതും 0 മൈനസ് 0 ആയിരിക്കും. പ്ലസ് ബി ഇൻറ്റു അതിലേ ഉണ്ടാവുള്ളൂ ടേം അല്ലെ? എന്താണ് എ സ്ക്വയർ കോസ് സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ. ടോ അല്ല, അത് ഡിറ്റർമിനന്റ് എക്സ് ഡോട്ട് എക്സ് ഡബിൾ ഡോട്ട് വൈ ഡബിൾ ഡോട്ട് സെഡ് ഡബിൾ ഡോട്ട് എക്സ് ട്രിപ്പിൾ ഡോട്ട് വൈ ട്രിപ്പിൾ ഡോട്ട് സെഡ് ട്രിപ്പിൾ ഡോട്ട്. ഈ ഡിറ്റർമിനന്റ് ആണ് കിട്ടുക. ഇസ് ഈക്വൽ ടു എത്ര കിട്ടുക? ടോർഷൻ ഈക്വൽ ടു ദിസ് ഡിറ്റർമിനന്റ് എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ് ഡോട്ട് x double dot y double dot z double dot x triple dot y triple dot z triple dot divide by mod v cross a whole square equal to a square b divided by ഇതിനാണ് mod v cross നമുക്ക് എത്ര കിട്ടിയിരുന്നത്? a into root of a square plus b square. a into root of a square plus b square. That is എങ്ങനെയാണ് വരിക ആൻസർ? a square b divided by ഇതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് ഹോൾ സ്ക്വയർ ആണ്. This a square b divided by a square into a square plus b square equal to b by a square plus b. This is the answer.